ഹേ ഗായ്സ്, അപ്പോൾ ഇന്ന് നമ്മൾ തെന്മല എക്കോ ടൂറിസത്തിലെ ലെഷർ സോണിലെ കാഴ്ചകൾ കാണാനാണ് പോകുന്നത്. ഇതാണ് കയറി വരുമ്പോഴുള്ള എൻട്രൻസ്. ഇവിടുന്ന് റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. അങ്ങനെ ദിസ് വേ എന്ന് കാണിച്ചിരിക്കുന്നതുകൊണ്ട് അതുവഴി പോയപ്പോഴത്തേക്കും സൈഡിലൊരു ബോർഡ് വച്ചിട്ടുണ്ടായിരുന്നു. അതിൽ സ്റ്റേറ്റ് ഫ്ലവർ കണിക്കൊന്നയും സ്റ്റേറ്റ് ഫ്രൂട്ട് ജാക്ക് ഫ്രൂട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു ബോർഡ് സൈഡിലുണ്ടായിരുന്നു. ഞാൻ ആദ്യം ഈ വഴി കയറി വന്നപ്പോൾ ഈ സൈഡ് കെട്ടിയിരിക്കുന്നത് ഒറിജിനൽ തടിയൊക്കെ വെച്ചെന്നാണ് വിചാരിച്ചത്. പിന്നീട് അങ്ങോട്ട് കയറിയപ്പോഴാണ് ആ സിമൻറ്റ് പൊട്ടിയിരിക്കുന്നത് കണ്ടത്. പിന്നെ ഞാൻ മനസ്സിലായത് സിമൻറ്റ് കൊണ്ട് അവർ അങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നതാണെന്ന്. എന്തായാലും കൊള്ളാം, നല്ലൊരു ഗ്രീനറി നാച്ചുറൽ ലാൻഡ്സ്കേപ്പായിരുന്നു. അവിടെ കൂടെ വെറുതെ നടക്കാനായിരുന്നാലും നല്ല രസമുണ്ടായിരുന്നു. കോർട്ട് എന്താ ഇത് കയറി വന്ന ഉടനെ ഇരിക്കേണ്ട സ്പേസോ? കൊള്ളാമല്ല. ഇതെന്താ ഇത് കണിക്കൊന്ന വിത്ത് QR കോഡ്? ആ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ ഡാറ്റ ഷീറ്റ് വരുമോ? എൻ്റെ അമ്മോ, അവിടെ ആരുടെ ഇരിക്കുന്നേ? ഒരാളിരിക്കും പോലും ഉണ്ടല്ലേ. ആ, റീഡ് ബ്രേക്സ് സിമ്പിൾ ഓഫ് എവർഗ്രീൻ എക്കോ സിസ്റ്റം. ഓഹോ, കണ്ടില്ലേ, എന്ത് ഒറിജിനാലിറ്റി ഇല്ലേ. ഇരിക്കും നോക്ക്. അങ്ങനെ ഗൈസ്, വഴിതാ നീളെ കിടക്കുവാണ്. ഇതിൻ്റെ സൈഡിലൊക്കെ കുറച്ച് താഴ്ചയുള്ള കുഴിയാണ്. അങ്ങനെ ഒരുപാട് താഴ്ചയുള്ളതല്ല, എന്നാലും കുറച്ച് താഴ്ചയുള്ള കുഴികളാണ്. സൂക്ഷിച്ച് പോകുക, സൈഡൊന്നുമില്ല. ഗൈസ്, ഒരു കുരങ്ങ ഇരിക്കുന്നു ഗൈസ്. എനിക്ക് ചെറിയ പേടിയുണ്ട്. കുരങ്ങ, ഞാൻ സൈഡിൽ കൂടെ പോയിക്കൊള്ളാടാ. അതെന്നെ കണ്ട് പേടിച്ചെന്ന് തോന്നുന്നു. ഈ സൈഡിലെ മരങ്ങളിലൊക്കെ ഈ കുരങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന സൗണ്ടൊക്കെ കേൾക്കാം. മരങ്ങൾ ആടുന്നതും മരങ്ങളിങ്ങനെ കുലുങ്ങുന്നതൊക്കെ. ഇവിടെ ഒരു ഡൈനോസർ ഉണ്ടല്ലോ. കൽമട ദ ക്രഷർ. ഇതാണ് കൽമട എന്ന് തോന്നുന്നു. അപ്പോൾ ഇതെന്താ ക്രോസ് ചെയ്ത് കെട്ടി വെച്ചിരിക്കുന്നേ. അപ്പം ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് നമുക്ക് ഡാമിൽ നിന്ന് വെള്ളം ഒലിച്ചു വരുന്ന കാഴ്ച ഇവിടെ കൂടെ കാണാൻ പറ്റും, അപ്പുറത്തെ സൈഡ്. അപ്പോൾ നമ്മൾ അങ്ങോട്ട് കറങ്ങി എത്തണം. ഇവിടെ നിന്ന് നേരെ പോയി കറങ്ങി വേണം അങ്ങോട്ട് എത്താൻ. അപ്പോൾ ഇതാണ്, ബൈ ദ വേ, ദിസ് ഈസ് ദ ക്രഷർ. ഇവിടെയായിട്ടാണ് ക്രഷ് ചെയ്തുകൊണ്ടിരുന്നത്. എന്തായാലും കൊള്ളാം. ഇത് അവിടെ കാണുന്നുണ്ടോ ഒരു തൂക്കുപാലം? അപ്പോൾ അതുവഴി താഴെ ഇറങ്ങിയാൽ തൂക്കുപാലവും ഡാമും എല്ലാം കാണും. അപ്പം എന്തായാലും നമുക്ക് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് അങ്ങോട്ട് പോവാം. വലിയ മലയാണല്ലോ, അതാണോ റോസ് മല? സ്കൾപ്ചർ ഗാർഡൻ. സ്കൾപ്ചർ ഗാർഡൻ കാണാം. കയറി പോണോ? എന്തായാലും വന്നല്ലേ, നോക്കാല്ലേ. കൊള്ളാലോടെ. എൻ്റെ മോനെ, ഇതെന്തുവാടെ ഇത്? ഒരു എമ്മണ്ടൻ സാധനം. എൻ്റെ അമ്മോ, നൈസ് അല്ലേ. അതിനേക്കാളും നാച്ചുറലായിട്ട് ഇവിടെ വരണം. നല്ല വഴിയാണ്, കാര്യം കൊള്ളാം. നല്ല നാച്ചുറൽ വഴി. സൂക്ഷിച്ചു പോകണം, നല്ല പാമ്പൊക്കെ വരുമെന്ന്. ഞാൻ വെള്ളം കഴുത്തിലും എല്ലാം ചുറ്റിയിരിക്കുവാവോ. ഇതാ നിൽക്കുന്നു വേറൊരുത്തൻ. ഓരോ ടൈപ്പ് ഓഫ് ഡൈനോസറാണെന്ന് തോന്നുന്നു. അതിനകത്ത് ഓരോ പിക്ചറും എടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് പഴകി ഇങ്ങനെ ആയതാണോ എന്നറിയില്ല, പക്ഷെ എന്നാലും കൊള്ളാം. നല്ല നാച്ചുറൽ കളർ. ഇല്ലെങ്കിൽ വെറുതെ പെയിൻ്റ് അടിച്ച് ഒരു കൊളാക്കി വയ്ക്കാറാ പതിവ്. ഇതെന്താ? മാക്പൈ റോബിൻ. ഇത് നമ്മുടെ അവിടെ വരുന്ന കിളിയല്ലേ, കൊച്ചു കിളി. കറണ്ട് കമ്പിയിലൊക്കെ ഇരിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു കിളി. എന്താ ഇത്? എൻ്റെ മോനെ, ഇതാരാ? ഇതിങ്ങനെ നോക്കി, വഴിയൊക്കെ വേര് കൊണ്ടുപോയെന്ന് തോന്നുന്നു. ഇവരിത് വേരിൻ്റെ പുറത്തോടെ ഉണ്ടാക്കിയതാണോ അതോ വേരിത് ഇങ്ങനെ കൊണ്ടുപോയതാണോ എന്നറിയില്ല. പക്ഷേ ഈ കല്ലൊക്കെ കണ്ടിട്ട് വലിയ പഴക്കമില്ല വേരിൻ്റെ അത്രയും. ഡാമിൻ്റെ സൗണ്ട് കൂടി വരുന്നുണ്ട്. ഷട്ടർ നല്ല രീതിക്ക് തുറന്നു വിട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്.
പ്രപഞ്ചം ഒന്നാണ്, വായിക്കേണ്ടവർ വായിച്ചോളൂ. പൂർണ്ണതയിലേക്കുള്ള പ്രയാണം ഞാനിപ്പോൾ ഗൈസ് പൂർണ്ണതയിലോട്ട് പോകുന്നുണ്ടെന്ന് തോന്നുന്നു. മുകളിന്ന് മുകളിലോട്ട് പോകുന്ന പോലെ ഉണ്ട്. പറന്ന് താഴോട്ട് പോകാൻ പറ്റത്തില്ല. ഓ, മുകളിൽ കൂടെ പോയി താഴെ ഇറങ്ങണം അല്ലേ? അങ്ങനെയാണ്. ഈ വഴി ഇങ്ങനെ പോയി തിരിച്ച് അതുവഴി ഇറങ്ങി ഇങ്ങനെ വന്ന് ഡാമിൽ പോകണമെന്നാണ് തോന്നുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ വഴിക്ക് തന്നെ പോകാം. അതല്ലേ അതിൻ്റെ ഒരു ശരി. ദിസ് വേ ശിവഗംഗ 90 മീറ്റർ. നമ്മൾ ശിവഗംഗ കാണാൻ പോകുകയാണ്. നീലത്തത്തയോ? നീലത്തത്ത പച്ച കളറിലാണല്ലോ ഇരിക്കുന്നത്. അതാരാ മോളിൽ നിന്ന് ചറുകി വരുന്നത്? ഒരു അച്ഛനും മോനോടെ ഇരിപ്പുണ്ടല്ലോ. പിന്നെ ഒന്ന് നോക്കിയില്ല, ഞാനും സൈഡിൽ കയറിയിരുന്നു. വിക്രമാദിത്യനും വേതാളവും. ഇതാണ് വിക്രമാദിത്യനും വേതാളവും. കണ്ട അട്ടപൊട്ടി ആരോ വരുന്നവരുണ്ട്. കുറച്ച് വൈഡായല്ലോ. വേറെ രാവിലെ വന്ന് കുത്തിയിരിക്കുന്നേ. ആ, ഇരുമ്പ് പാലം ഗൈസ്, ഇരുമ്പ് പാലം. മോഹിനിയാട്ടം ചേച്ചിമാർ നിൽപ്പുണ്ട്. 1 2 3 4 5 6 പേരുണ്ട്. നമ്മൾ വൈൽഡ് പ്ലേസിൽ കൂടെ നടന്നു പോവുകയാണ് സുഹൃത്തുക്കളെ. അതും കൊള്ളാം. നല്ല പീസ്ഫുള്ളായ പ്ലേസാണ് ഗൈസ്. നല്ല പീസ്ഫുൾ. ആരും ഉണ്ടാവില്ല. വളരെ നിശബ്ദം. ഡാമിൻ്റെ ഒച്ച മാത്രം കേൾക്കാം. ബാക്കി നാച്ചുറൽ സൗണ്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ നല്ല ഓക്സിജൻ ആയിരിക്കും അല്ലേ? എന്തുമാത്രം ചെടികളാ ഇവിടെ. വരുമ്പോൾ എല്ലാവരും നന്നായിട്ട് ഓക്സിജനൊക്കെ എടുത്ത് ഡാം കാണാം. ഡാം ഇവിടെ നോക്കുമ്പോൾ ചെറുതായിട്ട് ഡാം കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ എന്താ ആരും വരാത്തെ? ഞാൻ മാത്രമേ ഉള്ളൂ. ഉള്ളൂ കാര്യം. നോക്കി ഇറങ്ങണം ഗൈസ്. കുറച്ച് ഹൈറ്റുള്ള പടികളാണ്. ബ്യൂട്ടി ഓഫ് ദ സോൾ, ആത്മസത്യം. തിരിച്ചെത്തിയിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ഇവിടെ നിന്ന് കറങ്ങിയാണോ ഇത്ര ദൂരം വന്നേ? എന്തായാലും കൊള്ളാം, കാണാനുണ്ട്. പിന്നെ നമ്മൾ ഡാമിലോട്ടേക്കുള്ള യാത്രയാണ് സുഹൃത്തുക്കളെ. അതെന്താ അവിടെ? ദ ചൈൽഡ് റിമെയിൻസ് യങ് ത്രൂ മാൻ ഗ്രോ. എന്നാലും അത് കാണിച്ചെന്നില്ലെന്ന് വേണ്ട. വായിച്ചോ. ഇവിടെ നിന്നാണെങ്കിൽ ഫോട്ടോ എടുക്കാം. ഓരോ സ്ഥലത്ത് ഇങ്ങനെ കെട്ടിയിട്ടിട്ടുണ്ട് കേട്ടോ, ആൾക്കാർക്ക് ഇരിക്കാനായിട്ട്. പക്ഷെ അങ്ങനെ തളരാൻ പറ്റുന്ന അത്രയും, തളരുന്ന അത്രയും നടക്കാനൊന്നും ഇല്ല. നമ്മൾ ഡാമിലെത്തിയിരിക്കുകയാണ്. നല്ല ഹൈറ്റാണല്ലോ ഡാമിന്. ഇതിനിടയ്ക്ക് കൂടി പോകാൻ പറ്റുമോ? ഇതിനിടയ്ക്ക് കൂടി പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷെ ഭയങ്കര കാടാണ്, അതുകൊണ്ട് ഞാൻ പോകുന്നില്ല. ഡാമിൻ്റെ വ്യൂ കുറച്ച് വൈഡ് ആംഗിളിൽ ആസ്വദിക്കാനായിട്ട് നമ്മൾ വൈഡ് ആംഗിൾ കാണാൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനിലോട്ട് പോകുകയാണ്. നല്ല നല്ല ചെടികൾ ആനയുണ്ട് ഗൈസ്. തൊപ്പിക്കുരങ്ങ്, തൊപ്പി വച്ചിട്ടുള്ള കുരങ്ങ് കാണി. എൻ്റെ മോനെ കണ്ട. കല്ലട ഡാം തെന്മല. കല്ലട ഡാം തെന്മലയോ? കല്ലട ഡാം തെന്മല. ഓക്കെ. ഇവിടെയാണ് മാക്സിമം നമുക്ക്
നമുക്ക് വരാൻ പറ്റുന്ന സ്ഥലം. മോനെ വെള്ളത്തിൻ്റെ ഒരു ഫോഴ്സ് ഉണ്ട്. ഞാൻ ഇങ്ങനെ ഈ തെന്മല ഡാമിൻ്റെ വീഡിയോ ഒക്കെ എടുത്തോണ്ടിരിക്കുമായിരുന്നു അവിടെ ഷട്ടറിൻ്റെ അവിടെ നിന്ന്. അപ്പോഴത്തേക്കും കുറച്ച് ചേച്ചിമാർ ആലപ്പുഴ ഉള്ളതാന്ന് തോന്നുന്നു, അവർ ഫാമിലി ആയിട്ട് വന്നതാണ്, പിള്ളേരും അങ്ങനെ എല്ലാവരുമായിട്ടൊക്കെ വെള്ളം ഒലിച്ച് വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന വഴിക്ക് അവരെന്നെ കണ്ടിട്ട് ചോദിച്ച്, ഇങ്ങ് വന്നേ, എന്താ പേര്, റീൽസൊക്കെ ചെയ്യുന്നതാണോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ വെറുതെ വീഡിയോ എടുക്കുന്നതാ. അല്ല, നിന്നെ എവിടെ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞു. എനിക്ക് മനസ്സിലായി ചുമ്മാ ഇട്ട് ചോദിക്കുന്നതാണെന്ന് മനസ്സിലായി. എന്നാലും വിളിച്ചിട്ട് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടോ? ഞാൻ പറഞ്ഞു ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ വെറുതെ വീഡിയോ ഇങ്ങനെ പിടിച്ചിടാറുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവരെയും കൂടെ ഒരു വീഡിയോ എടുക്കാമോ എന്ന് ചോദിച്ചു. പിന്നെ ഞാൻ ജസ്റ്റ് ഒരു ഷോട്ട് എടുത്തു. പിന്നെ അവർ കഴിച്ചിട്ടിരുന്ന ആപ്പിൾ തന്നു. ആപ്പിൾ. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഫാമിലി. നമ്മൾ പോകുന്നത് തൂക്കുപാലത്തിലേക്കാണ് ഗൈസ്. തൂക്കുപാലം ഒരു വൈബായിരിക്കണം. പലക പൊട്ടി തറയിൽ പോകാണ്ടിരുന്നില്ലെങ്കിൽ വൈബായിരിക്കും, ഇല്ലെങ്കിൽ വൈബ് വെള്ളത്തിൽ കിടക്കും. ഇതാരാ? തൂക്കുപാലം ഈസ് ഓൺ ദ വേ. ഇതായിരിക്കുന്നു എൻ്റെ മോനെ. ഒന്നാമത് ഈ മുകളിൽ നിന്ന് ഈ പാലത്തിൽ നിന്ന് ഇത്ര കുറച്ച് ദൂരം നടന്നതല്ലേ, അപ്പോൾ കാലിന് ചെറിയൊരു ഇതുണ്ട്. നമ്മളാ മീൻസ് തേരിയാണ്, കുറച്ച് ദൂരമേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ കുത്തനായിരിക്കുന്ന തേരിയൊക്കെ ആയതുകൊണ്ട് കാലിന് ചെറിയൊരു ഇതുണ്ട്. അപ്പോൾ ഇതും വെച്ചിട്ട് ചെറുതായിട്ട് തന്നെ, പക്ഷെ അത് വെച്ചിട്ട് ഈ തൂക്കുപാലത്തിൽ കൂടെ നടക്കുമ്പോൾ എങ്ങനെ ഇരിക്കുമെന്ന് എനിക്കറിയില്ല, നോക്കട്ടെ. അങ്ങനെ ഞാൻ തൂക്കുപാലത്തിൽ കൂടെ നടക്കാൻ പോവുകയാണ്. ആദ്യമായിട്ടാണ് ഞാനൊരു തൂക്കുപാലത്തിൽ കൂടെ നടക്കുന്നത്. എൻ്റെ അമ്മേ, പഴകിയ തടികളാണ്. സീനുണ്ടോ എന്തോ, കൈ വിറയ്ക്കുന്നുണ്ടോ എന്നൊരു സംശയം. എൻ്റെ അള്ളോ, ചെറിയൊരു പേടി തോന്നുന്നുണ്ട് അങ്ങനെ കുലുങ്ങുമ്പോഴേ. തടിക്കൊക്കെ ബലമുണ്ടോ ആവും. എൻ്റെ ദൈവമേ, ഈ ഡാമും കൂടെ തുറന്നു വിട്ടോട്ടെ. നല്ല വെള്ളമുണ്ട്. ഇതുണ്ടോ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗ്യാപ്പുകളൊക്കെ ഉണ്ട്. അതും പറഞ്ഞിട്ട് ഈ പാലം കുലുങ്ങുവാ. നിങ്ങൾക്കത് ഫീൽ ചെയ്യുന്നുണ്ടോ എന്നറിയില്ല, പക്ഷെ എനിക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത്ര ദൂരെ പോകാൻ പറ്റുമെന്ന് തോന്നുന്നു, എന്നിട്ട് അതുപോലെ തിരിച്ചു വരണമെന്ന് തോന്നുന്നു. ഇത് കണ്ടോ വെള്ളം, കണ്ടോ വെള്ളം കണ്ടോ. നടുക്കുകൂടെ എന്തോ വച്ചിട്ടുണ്ട് സംഭവം, തടി പോലെ. അതിൽ കൂടെ നടക്കുന്നതായിരിക്കും സേഫ്. നല്ല പഴക്കമുണ്ട് തടികളൊക്കെ, അതാ പൊട്ടിപ്പൊളിഞ്ഞൊക്കെ ഇരിക്കുക. എന്തായാലും വന്നല്ലേ, ഇതുവരെ എൻ്റെ വരെ വന്നിട്ട് പോകാന്ന് വെച്ചിട്ട് വന്നതാ. ഓക്കെ, നമ്മുടെ ഡാം കണ്ടോ. അപ്പോൾ ഗൈസ്, തെന്മലയിലെ ലെഷർ സോൺ, എക്കോ ടൂറിസത്തിലെ ലെഷർ സോൺ അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി പോകുന്നത് റോസ് മലയിലേക്കാണ്. അവിടുത്തെ കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ വരാം. ഓക്കെ, ബൈ.